പെൺപിള്ളേർക്കെല്ലാം ക്രഷ് അടിക്കുന്നൊരു പ്രണയ ഇടിയില്ലാത്ത എന്ത് പ്രണയമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും പ്രണയം ആഘോഷിക്കുന്ന എല്ലാവരും ആ ബോക്സിങ്ങിൻ്റെതായ രീതിയിൽ നല്ല പഞ്ചും എല്ലാം ഉണ്ട്. ഫെബ്രുവരി 14 വാലൻസ് ഡേക്ക് ഒരു ഇടിപ്പടം പെപ്പേരൊക്കെ വെറുതെ ഒരു ഇടി കാണുന്നുള്ളതല്ല, ഈ സിനിമ നമ്മൾ ടേക്ക് ഓഫ് ചെയ്തിട്ട് നമ്മളെ കൊണ്ടുപോകും. അത്ര വലിയ ഇമ്പാക്റ്റ് ഉള്ള കഥയൊന്നുമല്ല, ഇഷ്ടപ്പെട്ടില്ല. ഡീഗ്രേഡ് ചെയ്യുന്നവർ ചെയ്യുന്നുണ്ടായിരിക്കും, പക്ഷെ നല്ലൊരു പടം. ഒരു സാധാരണ കൊള്ളാം, നല്ല ഫിലിമാണ്. നമ്മൾ ഗോദ ഫിലിമില്ലേ അതുപോലത്തെ ഒരു ഫിലിമാണ്. കൊള്ളാം, അടിപൊളി പടം. വിജയരാം സൂപ്പറായിട്ടുണ്ട്, പെപ്പ അടിപൊളിയുണ്ട്, ആ മോൾ അടിപൊളിയാട്ടോ. ലാസ്റ്റ് ഫൈറ്റും സൂപ്പർ, ഒരു 3 ഫൈറ്റ് ഉണ്ട്, സൂപ്പർ, അടിപൊളി, നല്ല മൂവി, നല്ല നല്ല ആക്ഷനാണ്, ഒരു റിവെഞ്ച് മൂവിയാണ്. കൊള്ളാം, കണ്ടിരിക്കാൻ പറ്റുന്ന പടം. കൊള്ളായിരുന്നില്ല, നല്ല പടം, ഇടിപ്പടം, പെപ്പയുടെ സാധാ ഇടിപ്പടം. അത് അത്ര എത്തിയില്ല, എന്നാലും ഓക്കെയാണ് പെപ്പയുടെ ഒരു പടം, അത്ര ഉള്ളൂ. കൊള്ളാം, നല്ല പടം, ആക്ഷനാണ് മൊത്തം, ഓടും. കൊള്ളാം, സൂപ്പർ പടം, അടിപൊളി പടം. കൊള്ളാം, നൈസ് മൂവിയാണ്. ഇടിപ്പടം ആ സ്പോർട്സ് ബേസ്ഡ് അല്ല, പിന്നെ ആ ബോക്സിങ്ങിൻ്റെതായ രീതിയിൽ നല്ല പഞ്ചും എല്ലാം ഉണ്ട്. അടിപൊളി പടം, അടിപൊളിയായിരുന്നു. സെക്കൻഡ് ഹാഫ് തൊട്ട് അടിപൊളിയാണ്, ഫൈറ്റിങ് കാര്യങ്ങളൊക്കെ അടിപൊളിയായിരുന്നു. ഇടിപടം തന്നെ കൊള്ളാം, കണ്ടോണ്ടിരിക്കുക. പടം കൊള്ളാം, ഇഷ്ടപ്പെട്ടു. ഇടിപടം ബോർഡിൽ നല്ല രസമുണ്ട്. പടം കൊള്ളാം, ഇടി കൊള്ളാം. ആന്റണി വർഗീസിന്റെ റോള് കൊള്ളായിരുന്നു. ഇടിപ്പടമല്ലേ, അപ്പം ആവറേജ് പടം. ഇടി കൊള്ളാം, കുഴപ്പമില്ല. ബ്രോ, പടം എന്തായാലും ഒരു എബോവറേജ് ആണ്, കാണാൻ പറ്റിയൊരു പടമാണ്. എന്തായാലും ഫുൾ ഇടി അല്ലെങ്കിലും കൊള്ളാം, നല്ല പടമാണ്, നമുക്ക് കണ്ടിരിക്കാൻ പറ്റിയ നല്ലൊരു പടമാണ്. എന്തായാലും RDX പോലെ രണ്ടും വേറെ വേറെ ഒരു എക്സ്ട്രീം ലെവൽ ഇതാണ്, അപ്പോൾ നമുക്ക് കമ്പയറബിൾ അല്ല. ബട്ട് ഇടിപ്പടമാണ്, കണ്ടിരിക്കാൻ ഇഷ്ടമുള്ളവർക്ക് കണ്ടിരിക്കാം. ആക്ഷൻ തന്നെയാണ് അവസാനം, സെക്കൻഡ് കിടിലാണ്. ഫെബ്രുവരി 14 വാലൻസ് ഡേക്ക് ഒരു ഇടിപ്പടം പെപ്പേരൊക്കെ. പിന്നെ പെപ്പേര ആസ് യൂഷ്വൽ ആ പഴയ ഇടിയൊക്കെ ഉണ്ട്, കണ്ടിരിക്കാം. നമുക്ക് 1 ടൈം വാച്ചബിൾ ആണ്. പടം ബോറെന്ന് പറയാൻ പറ്റില്ല. ആദ്യം ഫസ്റ്റ് ഹാഫ് പറഞ്ഞത് ഒരു സ്ലോ പേസിലാണ് തുടങ്ങുന്നത്, അതിന് സെക്കൻഡ് ഹാഫിലോട്ടാണ് പിന്നെ ആ ഇടിയിലോട്ടൊക്കെ പോകുന്നത്. പിന്നെ കണ്ടുകൊണ്ടിരിക്കാം, നമുക്ക് തിയേറ്ററിങ് എക്സ്പീരിയൻസ് നല്ല എക്സ്പീരിയൻസ് ആണ്. അടിപൊളി സിനിമയാണ്, എല്ലാവരും പോയി കാണണം. നല്ല സിനിമ, പെപ്പയെ നല്ല അടിച്ചു പൊളിച്ച് എടുത്ത സിനിമ. മലയാള സിനിമയൊക്കെ ഇപ്പം നല്ല ഹിറ്റായിട്ട് വരുന്നുണ്ട്. ഇഷ്ടപ്പെട്ടില്ല, ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. കഥ ഒരു രസമല്ല ബ്രോ, ഒരു ഉള്ളിടിയല്ല, ഫാമിലി ഇമോഷൻ ബേസ്ഡ് ആണ്. പക്ഷേ ഇഷ്ടപ്പെട്ടില്ല, ഇറങ്ങി വർക്ക് ചെയ്തില്ല. കഥയുണ്ട്, പക്ഷേ ഒരു അത്ര വലിയ ഇമ്പാക്റ്റ് ഉള്ള കഥയൊന്നുമല്ല, ഇഷ്ടപ്പെട്ടില്ല. അടിപൊളി പടം, നമ്മൾ വിചാരിക്കാത്ത റേഞ്ചുള്ള പടമാണ്, സൂപ്പറാണ്, നല്ല ഫൈറ്റ്, നല്ല കാസ്റ്റിങ്, അടിപൊളി. പെപ്പയെ പൊളിച്ചു, തകർത്തു. ഫുൾ ഇടിയല്ല, നമ്മളെ ആ സിനിമയിലൂടെ നമ്മൾ കൊണ്ടുപോകും. വെറുതെ ഒരു ഇടി കാണുന്നുള്ളതല്ല, ഈ സിനിമ നമ്മൾ ടേക്ക് ഓഫ് ചെയ്തിട്ട് നമ്മളെ കൊണ്ടുപോകും. നമ്മുടെ മനസ്സ് സിനിമയോടൊപ്പം കൊണ്ടുപോകും. കണ്ണുകൾ തന്നെ നല്ല ഫിലിം, എല്ലാ ഇമോഷൻസ് ഉണ്ട്, ഫൈറ്റ് ഉണ്ട്. ഇറ്റ്സ് വെരി നൈസ്, ഗുഡ് ഫീലിംഗ്. ബോറടിക്കുന്നില്ല, നല്ല സിനിമ, ഇഷ്ടപ്പെട്ടു, എനിക്ക് ഇഷ്ടപ്പെട്ടു. കഥയുണ്ട്, എല്ലാം ഉണ്ട്, ഫൈറ്റിങ്, എവരിതിങ്. ഒരു പെപ്പ പടം, ഇടി തന്നെയാണ്. വിജയരാഘവൻ അടിപൊളിയാണ്, അത്ര ഉള്ളു പടം, അടിപൊളി പടം. നല്ല എക്സ്പെക്ടേഷൻസ് കൂടിയാണ് വന്നത്. എക്സ്പെക്ടേഷൻസ് ഒക്കെ നല്ലതായിട്ട് സാറ്റിസ്ഫൈ ആയിട്ടുണ്ട്. ആക്ച്വലി നല്ല ഇമ്പ്രസ്ഡ് ആണ്. നല്ലൊരു കഥയുണ്ട്, എനിക്ക് ആക്ച്വലി ഇഷ്ടപ്പെട്ടു. നല്ലൊരു പടമാണ്. പെപ്പേര നല്ല അഭിനയമാണ്. എന്നും പെപ്പേര പഞ്ച് നല്ലൊരു പഞ്ചാണ്. ഡീഗ്രേഡ് ചെയ്യുന്നവർ ചെയ്യുന്നുണ്ടായിരിക്കും, പക്ഷെ നല്ലൊരു പടം. ഒരു സാധാരണ പടം. നല്ലതായിരുന്നു പടം, നന്നായിരുന്നു. യാതൊരു മുൻവിധിയില്ലാതെ ഈ പടം കണ്ടത്. ആ പെപ്പയുടെയൊക്കെ ആ ഒരു ക്യാരക്ടറൈസേഷൻ, അതിൻ്റെ ഒരു നല്ല രീതിയിൽ മാസ് ഓഡിയൻസിന് ഇഷ്ടപ്പെടുന്ന ഒരു ത്രില്ലിംഗ് സബ്ജക്റ്റായിട്ടാണ് തോന്നുന്നത്. നമ്മുടെ ഒരു ചെറിയ സംഭവത്തിൽ, യാദൃശ്യമായിട്ട് സംഭവിക്കുന്ന ഒരു സംഭവത്തിൽ നിന്ന് വന്ന് വികസിച്ച് ഒരു വല്ലാത്തൊരു ഇൻ്റർനാഷണൽ ലെവലിലേക്ക് ഇത് കൊണ്ടുപോകുന്ന പോലെ എനിക്ക് തോന്നി. നന്നായിരുന്നു കേട്ടോ, നല്ല ഐഡിയ. അത് നല്ല ക്യാമറ വർക്കൊക്കെ അസാധ്യ വർക്കായിട്ട് എനിക്ക് തോന്നിയത്. ഇത്തരം പടങ്ങൾ അങ്ങനെ പ്രതീക്ഷിക്കാവുന്ന കാലത്ത് ക്ലൈമാക്സ് ഒക്കെ നമുക്ക് ഊഹിക്കാം, എങ്കിലും ഇതിങ്ങനെ വന്നാലും ത്രില്ലിങ്ങനെ എങ്ങനെ ഇടിച്ചിടിച്ചും ആളുകളെ ത്രില്ലാക്കും കേട്ടോ. അടിപൊളി. അങ്ങനെയൊന്നുമില്ല, ഒരു ഫാമിലിക്ക് ഉൾപ്പെടെ വന്ന് കാണാൻ പറ്റിയ അടിപൊളി പടമാണ്. നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് എല്ലാവരും. റോൾസ് ആയാലും കാസ്റ്റിംഗ് ആയാലും ഒക്കെ അടിപൊളി. വൺ ഓഫ് ദി കരിയർ ബെസ്റ്റ് ആയിരിക്കും പുള്ളിയുടെ. ഓഫ് കോഴ്സ്. കാരണം മൂവി തുടക്കം തൊട്ട് നമുക്ക് ലാസ്റ്റ് വരെ വേറെ ബോറിങ്ങോ ലാഗിങ്ങോ അങ്ങനെ ഒന്നുമില്ല, എല്ലാം പിടിച്ചെടുത്തിട്ടുണ്ട്. ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആയിക്കോട്ടെ, ഡയറക്ഷൻ ആയിക്കോട്ടെ, പിന്നെ കാസ്റ്റിംഗ് ഞാൻ പറഞ്ഞ പോലെ തന്നെ എല്ലാവരും. പ്രത്യേകിച്ച് ഓരോരുത്തരെ എടുത്ത് പറയേണ്ടി വരും ക്യാരക്ടേഴ്സൊക്കെ. ഇല്ല, എനിക്ക് പ്രത്യേകിച്ച് ഒന്നും തോന്നിയിട്ടില്ല. പിന്നെ കൂടുതലും ഈ അടിപ്പടങ്ങളൊക്കെ ആയിട്ട് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ ഒത്തിരി ഇഷ്ടപ്പെടും. കൂടുതൽ പ്രൊഫഷണൽ ബോക്സിംഗ് ഒക്കെ ആൾക്കാരാണെന്നുണ്ടെങ്കിൽ കുറച്ച് അതിലെന്തെങ്കിലും ഫോൾട്ടൊക്കെ ഉണ്ടെങ്കിൽ മനസ്സിലാവും. നമുക്ക് അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല, കാരണം അത്ര ക്ലീൻ ആയിട്ട് തന്നെ സാധാരണക്കാർക്ക് കാണാൻ പറ്റിയ നല്ലൊരു മൂവിയായിട്ട് ചെയ്തിട്ടുണ്ട്. സെക്കൻഡ് ഹാഫ് വെറും അടിപൊളി. ക്ലൈമാക്സ് ഒക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എനിക്കൊന്ന് ഞാൻ അങ്ങനെ അധികം മൂവീസ് കാണുന്ന ഒരാളല്ല, പക്ഷേ എനിക്ക് ക്ലൈമാക്സ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. മേ ബി ആളുകൾ ഒരു വെറൈറ്റി എക്സ്പീരിയൻസ് ആയിരിക്കും. പിന്നെ ഇതിലൊരു നല്ലൊരു ട്വിസ്റ്റ് ഉണ്ട്, നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുന്ന ട്വിസ്റ്റ് അല്ലാതെ ഒരു ട്വിസ്റ്റ് വെയിറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ എനിക്ക് BGM ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാസ്റ്റിംഗ് ഒക്കെ ഭയങ്കര രസമായിരുന്നു. വിജയരാഘവൻ സാറൊക്കെ ഭയങ്കര നന്നായിട്ട് ചെയ്തു. പിന്നെ എനിക്ക് പറയാൻ തോന്നുന്നത് വെച്ചാൽ കുട്ടി നന്നായിട്ട് ചെയ്തു, ലിജോ മോള് നന്നായിട്ട് ചെയ്തു. പിന്നെ
പുതിയ ഡയറക്ഷനാണെന്നൊന്നും പറയില്ല കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതായത് ഇത് പുതിയതൊന്നും ഫീൽ ചെയ്യില്ല. നല്ല സിനിമയായിട്ടാണ് തോന്നിയത്. ഓവറോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. ചെറിയ ഇതൊക്കെ പുതിയ ഇതൊക്കെ ഉണ്ട്, പക്ഷേ എന്നാലും മൊത്തത്തിൽ എനിക്ക് ഭയങ്കരമായിട്ട് പടം ഇഷ്ടപ്പെട്ടു. നല്ലതായിരുന്നു, നല്ല പടമായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. പെപ്പെ ഭയങ്കര രസമുണ്ട്. സ്ക്രീൻ പ്രസൻസ് നന്നായിട്ടുണ്ട്. പിന്നെ പുതിയൊരു വില്ലൻ നല്ല രസമുണ്ട് പുള്ളിയുള്ള. പിന്നെ മൊത്തത്തിലൊരു എൻ്റർടൈനറായിട്ട് തോന്നി. ഇടി ഉണ്ടായിരുന്നു, പിന്നെ ഒരു ഫാമിലിയുടെ എലമെൻസും എല്ലാം. പേടി ഒക്കെ നല്ലതാണ്, സൂപ്പറാണ്, നല്ല സിനിമയായിരുന്നു. ഫാമിലി എൻ്റർടൈനർ ആണ്. ബോക്സിങ് ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടപ്പെടും, രണ്ടു കൂട്ടർക്കും ഇഷ്ടപ്പെടും. കാര്യം നമുക്ക് മാനസികമായ ബുദ്ധിമുട്ടുണ്ടാകുന്ന ആ ഇൻസിഡൻ്റ് ഒക്കെ ഉണ്ട്. നല്ല സിനിമയായിരുന്നു. നല്ല സിനിമയാണ്. നമ്മൾ ബോക്സിങ് ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയാണ്. ബോക്സിങ് മാത്രമല്ല, മൊത്തത്തിൽ കണ്ടിരിക്കാൻ അടിപൊളി സിനിമയാണ്. പിന്നെ എനിക്ക് തോന്നുന്നത് ഇപ്പോൾ മാർക്കോയുടെ വേറൊരു ലെവൽ പോലെ ഉണ്ണിമൂന്തൻ കയറി വന്നതുപോലെ പെപ്പയ്ക്ക് ഈ ഒരു സിനിമയിൽ റേഞ്ച് ഭയങ്കരമായിട്ട് കയറിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ എഫേർട്ടും ഹാർഡ് വർക്കും ഒക്കെ ഇതിൽ റിസൾട്ടായിട്ട് കാണുന്നുണ്ട്. നല്ല സിനിമയാണ്. അടിപൊളിയായിട്ട് ഫാമിലി ഓഡിയൻസിനെ പിടിച്ച് ഇരുത്താൻ പറ്റുന്ന അടിപൊളി സിനിമയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. കാരണം എല്ലാ ഏജ് ഗ്രൂപ്പിലുള്ള ആളുകൾക്കും ഇഷ്ടപ്പെടുന്നൊരു പഞ്ചിങ് സാധനം എല്ലാ സാധാരണക്കാർക്കും മനസ്സിലാവുന്ന രീതിയിലാണ് പോയിരിക്കുന്നത്. സിനിമ നന്നായിട്ടുണ്ട്. പിന്നെ ഓപ്പോസിറ്റ് ആക്ട് ചെയ്യുന്ന ആളെന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം, ഇസ്മായിലിനെ പോലെ മസിൽ എന്നാണ് അറിയപ്പെടുന്നത്. അത്രയും വലിയ ഫിസിക്കുള്ള ഒരാളുടെ കൂടെ നമ്മുടെ പെപ്പെ നിൽക്കുമ്പം അതിലൊരു ഒരു വല്ലാത്തൊരു ഫീൽ വരുമെന്നൊക്കെ നമുക്ക് തോന്നും. പക്ഷേ ആ റിങ്ങിൽ കയറി നിൽക്കുമ്പോൾ അസാധ്യമായിട്ടുള്ള ഒരു ഗ്രേസ് നമുക്ക് കിട്ടുന്നുണ്ട്. അത്രത്തോളം അദ്ദേഹം പെർഫോം ചെയ്യുന്നുണ്ട്. പിന്നെ ആ ക്യാരക്ടർ രീതി അങ്ങനെയാണല്ലോ. ഇപ്പം നാട്ടിലുള്ള ഒന്നും അറിയാത്ത സാധാരണക്കാരനൊരു പയ്യനായിട്ട് വരുന്നു. അപ്പോൾ ആ ബോഡി ലാംഗ്വേജും ഫിസിക്കും പിന്നീട് ഉണ്ടാകുന്ന ആളുടെ ചേഞ്ചും ഒക്കെ കണക്റ്റഡാണ്. ക്യാരക്ടറിന് 100% നീതി പുലർത്തിയിട്ടുണ്ട്. പെപ്പയ്ക്ക് അഭിനന്ദനങ്ങൾ. ഒരുപാട് പെപ്പയോട് ഇന്നത്തെ ദിവസം എനിക്ക് തോന്നുന്ന പെൺപിള്ളേർക്കെല്ലാം ക്രഷ് അടിക്കുന്നൊരു ഇന്ന് ഫെബ്രുവരി 14 കൂടെയാണ്. അപ്പോൾ പ്രണയം ഇഷ്ടപ്പെടുന്ന ആളുകൾക്കൊക്കെ പ്രണയത്തോടെ വന്നിരുന്ന് കാണാവുന്ന, പിന്നെ അതിലെ നായകനെ തന്നെ പ്രണയിക്കാൻ തോന്നുന്ന അങ്ങനത്തെയൊക്കെ ഒരു സിനിമയാണ്. പ്രണയദിനത്തിൽ ഇടിയാണെന്ന് വെച്ചാൽ ഇടി പ്രണയത്തിൻ്റെ ഒരു ഭാഗം കൂടെയാണല്ലോ. അപ്പം അതുകൊണ്ട് തീർച്ചയായിട്ടും ഇടിയില്ലാത്ത എന്ത് പ്രണയമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും പ്രണയം ആഘോഷിക്കുന്ന എല്ലാവരും ഈ സിനിമ വന്ന് കണ്ടിട്ട് ആഘോഷിക്കുക. കാരണം പെപ്പയോട് വല്ലാത്തൊരു ഇഷ്ടം തോന്നും. പെപ്പയുടെ നമ്മൾ ആസ് എ ആക്ടർ നമുക്ക് പുള്ളി 100% ജെന്യൂനായിട്ട് ഇതിനകത്ത് എഫേർട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ സക്സസ് ഉണ്ടാവും. എല്ലാവരും തിയേറ്ററിൽ ഒന്ന് കാണുക, സിനിമ വിജയിപ്പിക്കുക.